ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷാരി നേരെ പോകുന്നത് എലിസബത്ത് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനെ കാണാനാണ് കേട്ടോ. അപ്പോൾ DNA ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കൂട്ടുകാരിയാണ്. അപ്പോൾ കൂട്ടുകാരത്ത് സരയുവിൻ്റെ മുടിയും അതുപോലെ തന്നെ ഷാരിയുടെ മുടിയും തമ്മിൽ കൊടുക്കുന്നുണ്ട്, പറയുന്നുണ്ട് ഇതെൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെയാണ് എലിസബത്ത് എന്ന് പറയാണ്. അല്ല ഇപ്പം എന്താ അവർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, ഒന്നും പറയണ്ട, അവൾക്കിപ്പോൾ ഒരു സംശയം, അവളുടെ മകളാണോ എന്നൊരു സംശയം. അതെന്താ അങ്ങനത്തെ സംശയം ഷാരി? കാരണം വെച്ചാൽ സ്വന്തം മക്കളെ അമ്മമാർക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. ഷാരി പറയുന്നുണ്ട്, അതെ, പക്ഷേ അവൾ പ്രസവിക്കുന്ന സമയത്ത് അവൾക്ക് ബോധമില്ലായിരുന്നു. ഒരു 12-13 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബോധം വന്നതേ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരു സംശയം എന്ന് പറയുവാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ ഷാരി? ഇനി എങ്ങാനും ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം പിന്നെ എങ്ങനെയാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയാണ്. ആകെ തകർന്നു പോകില്ലേ ആ അമ്മ എന്ന് പറയുമ്പോഴേക്കും ഷാരി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എലിസബത്ത് പറയുന്നുണ്ട്, കണ്ടോ അത് പറഞ്ഞപ്പോൾ നീ പോലും ഞെട്ടിപ്പോയില്ലേ, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അവരവരുടെ മകളാന്ന് തന്നെ വിചാരിച്ച് ജീവിക്കണല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയണ്ടോ, ഒക്കെ ശരി തന്നെയാണ്, അഥവാ റിസൾട്ട് പോസിറ്റീവ് ആണ്, അവളുടെ മകളല്ല, അവളത് തെളിയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ സത്യം അവളോട് പറയില്ല, നോണയെ പറയുള്ളൂ, അവളുടെ മകൾ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ എന്ന് പറയുവാണ്. അവളങ്ങനെ തകർക്കാനാ സമ്മതിക്കില്ല അത് പറയുവാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യണമെന്നാണ് നീ പറയണല്ലേ? അതെ, നിന്റെ ഇതുവരെ ഒരു സഹായം ആവശ്യപ്പെട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ഞാനിങ്ങനെ ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് നീ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് എന്നോട് പറയണം. ശരി, നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാം. എപ്പോൾ റിസൾട്ട് കിട്ടുമായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ എലിസബത്ത് പറയുന്നുണ്ട്, റിസൾട്ട് ആകുമ്പോൾ ഞാൻ നിന്റെ മൊബൈലിലേക്ക് വിളിക്കാമെന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷാരി അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയും അതുപോലെ തന്നെ മുത്തശ്ശീനെയാണ്. പ്രകാശൻ അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഈ ഹോസ്പിറ്റലിൽ ഇറങ്ങണ വരെ ചിലവും കാര്യങ്ങളൊക്കെ കല്യാണി ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കണ്ടേ, നിനക്ക് മരുന്ന് വാങ്ങിക്കണം, എനിക്ക് മരുന്ന് വാങ്ങിക്കണം, അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു പ്രകാശ, ഞാൻ വീട്ടുപണിക്ക് പോവാ എന്ന് പറയുമ്പോൾ പ്രകാശൻ അമ്മേ എന്ന് പറയുമ്പോൾ നീ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ജീവിക്കണ്ടടാ, ഒരു മോന് രാജകുമാരനാവും, അതാകും ഇതാകും എന്നൊക്കെ പറഞ്ഞ് വളർത്തി വലുതാക്കി, ഇപ്പം എന്തായി എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ സോണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, അതന്നെ ഞാനും പറയണത് എന്നിങ്ങനെ പറഞ്ഞിട്ട് വരുക കേട്ടോ. മര്യാദക്ക് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കായിരുന്നല്ലോ. ഞാൻ നിങ്ങളെ രണ്ടുപേരും നന്നായിട്ട് തന്നെയല്ലേ നോക്കിയത്, അത് കഴിഞ്ഞപ്പോൾ നിങ്ങളായിട്ട് തന്നെയല്ലേ എല്ലാം വരുത്തി വെച്ചത്. അത് പോരാനിട്ട് എനിക്കിപ്പോൾ നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ അവനത് സഹിക്കാൻ പറ്റില്ല. ആ വിക്രത്തിന് അവനെ 2 ചെറുപ്പക്കാരുടെ തലയാ തല്ലി പൊട്ടിച്ചത് എന്ന് പറയുവാണ്. ശരണ്യ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി നിങ്ങളുടെ കൊച്ചുമകനെ ജീവിക്കാൻ സമ്മതിച്ചെന്നെ, അവനെ കൊല്ലാതിരുന്നത് തന്നെ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയാണ്. മനസ്സിലായി മോളെ, എല്ലാം മനസ്സിലായി, തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് മുത്തശ്ശി പറയുമ്പോൾ സോണി പറയുന്നുണ്ട്, ഇല്ല, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല, നിങ്ങൾ നന്നാവില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും ഇനി എപ്പോഴും എന്ന് പറയാണ്. എന്തായാലും ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ കല്യാണി നോക്കിയിട്ടില്ലേ, എന്തായാലും അവളുടെ നല്ല മനസ്സായുണ്ട് ഇവിടുന്ന് പോകുമ്പോഴും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവൾ നോക്കുമായിരിക്കും എന്ന് പറയാണ്. എന്തായാലും മോൻ പ്രശസ്തിയാകും എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതല്ലേ, അതുകൊണ്ട് പ്രശസ്തി ആയിട്ടുണ്ട് നിങ്ങളുടെ മകൻ. എന്തായാലും പത്രത്തിലും TV-യിലൊക്കെ അവൻ്റെ വാർത്ത കാണിക്കാറുണ്ട്, കായൽ വാർത്ത പ്രകാശൻ മകൻ വിക്രമാദിത്യൻ എന്നാ കാണിക്കണത് എന്ന് പറയുമ്പോഴേക്കും പ്രകാശൻ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. അന്ന് സോണി പറയുന്നുണ്ട്, എന്തായാലും നല്ല പേര് തന്നെയാണ് നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കണത്, നാട്ടിൽ പോയാലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ പണ്ട് അവിടുത്തെ സോണി പുച്ഛിച്ചുകൊണ്ട് പോകുക കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് പ്രകാശനോട്, അവൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, നമ്മൾ രാജകുമാരനെ പോലെ വളർത്തി പൊന്നും അതുപോലെ തന്നെ നല്ല ഊണൊക്കെ കൊടുത്ത് വളർത്തിയ മകൻ ഇപ്പം എവിടെ ഇരിക്കുന്നു എന്ന് പറയുകയാണ്. കല്യാണിയും അതുപോലെ തന്നെ കാദംബരിയൊക്കെ നന്നായിട്ട് ജീവിക്കണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി ഇത് പറയാണ്. എന്തായാലും നീ എതിരഭിപ്രായം ഒന്നും പറയണ്ട, ഞാൻ എന്തായാലും ജോലിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി നേരെ പോണത് വിക്രത്തിനെ കാണാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ വിക്രത്തിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ വിക്രം ജയിലിലുണ്ട്. അഹങ്കാരത്തോട് കൂടിയാണ് വിക്രം വന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്തശ്ശി എടുത്ത് എന്നെ കാണാൻ വേണ്ടി ആരും വരാൻ നിൽക്കരുതെന്ന് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ മോനെ, എന്തൊക്കെ പറഞ്ഞാലും നീ ഞങ്ങളുടെ കൊച്ചുമകനല്ലേ, നിനക്ക് സുഖമല്ലേ എടാന്ന് ചോദിക്കുമ്പോൾ സുഖം, വലിയ സുഖമാണല്ലോ എന്ന് പറയാണ്. എടാ നീ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് തരുന്ന പന്നേടാ എന്ന് പറയുവാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് വരുന്ന കാര്യം മുത്തശ്ശി പറയുന്നത്, ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് തന്നെ അറിയില്ല അപ്പോഴാ എന്ന് പറയുവാണ്. എടാ പ്രകാശൻ എപ്പോഴും ഹോസ്പിറ്റലിലാണ്, അവിടുത്തെ ചിലവിൻ്റെ കാര്യങ്ങളുടെ പൈസയൊക്കെ കല്യാണി അടച്ചിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേടാ, അവനെ മരുന്ന് വാങ്ങിക്കണം, എനിക്ക് മരുന്ന് വാങ്ങിക്കണം, അതിനുവേണ്ടി ജീവിച്ചല്ലേ പറ്റൂ എന്നിങ്ങനെ പറയുവാണ്.
നിന്നെ രാജകുമാരനാക്കണം, നിനക്ക് പ്രശസ്തി വേണം, നീ വലിയ പത്രത്തിലും ടി വിയിലൊക്കെ നിന്റെ വാർത്തകളൊക്കെ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാനും നിന്റെ അച്ഛനൊക്കെ. ഇപ്പൊ വന്നു, പക്ഷെ നീ കൊലയാളിയാണ്, അതുപോലെ തന്നെ റിപ്പറാണെന്ന് പറഞ്ഞ ന്യൂസൊക്കെയാണ് വരുന്നത് എന്നൊക്കെ എന്നെ പറയുക കേട്ടോ. ആ സമയത്ത് വിക്രം പറയണ്ട, നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എന്നെ പ്രാകാൻ വേണ്ടിയിട്ടാണോ, എന്നെ ശപിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പറയുമ്പോൾ ഒരിക്കലുമില്ല, നിന്നെ ശപിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് പോകുക കേട്ടോ. പോകുമ്പോഴും നമ്മുടെ വിക്രത്തിന് ഒരു കുലുക്കുമില്ല, അഹങ്കാരത്തോടു കൂടി തന്നെ ജയിലിൻ്റെ ഉള്ളിലേക്ക് പോകുവാണ് വിക്രം. അതിനുശേഷം മുത്തശ്ശി നേരെ പോണത് കല്യാണിയുടെ വീട്ടിലേക്കാണ്. അവിടെ ബെല്ലടിക്കുമ്പോൾ നമ്മുടെ ദീപയാണ് കേട്ടോ വരുന്നത്. ദീപ എന്തിനാ വന്നത്? ഹോസ്പിറ്റലിലെ ബില്ലും കാര്യങ്ങളൊക്കെ എൻ്റെ മോൾ അടച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇതിന് സഹായത്തിനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ, ഒരു സഹായത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറയുവാണ്. ആ സമയത്ത് കല്യാണി കിരണും വരുന്നുണ്ട്. എന്താ കാര്യം ചോദിക്കുമ്പോൾ ദേ ഇവർ വന്നിരിക്കുന്നു, വല്ല സഹായത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഞാൻ അവിടെ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്താണല്ലോ, അത്യാവശ്യം ചിലവിനുള്ള പൈസ തന്നതല്ലേ എന്ന് പറയുവാണ്. അതേ മോളെ എല്ലാം ശരിയാണ്, പക്ഷെ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, മരുന്നൊക്കെ വാങ്ങിക്കണ്ടേ എന്നിങ്ങനെ പറയാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി എടുത്തിട്ട് ഇവിടെ ജീവിച്ചോളാം മോളെ, ഇവിടെ ഞാൻ നിന്നോളാം എന്ന് പറയുവാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും തുടക്കണ ജോലിയോ അല്ലെങ്കിൽ ക്യാൻറ്റീനിലോ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി തന്നാൽ മതി മോളെ എന്ന് പറയുവാണ്. ആ സമയത്ത് കല്യാണി ഒന്നും മിണ്ടില്ല. നമ്മുടെ കിരൺ പറയുന്നുണ്ട്, ദേ നിങ്ങൾ രണ്ടുപേരെയും, നിങ്ങളുടെ മോനെയും അതുപോലെ തന്നെ നിങ്ങളുടെ കൊച്ചുമോനെയൊക്കെ പൊന്നു പോലെയല്ലേ എൻ്റെ സോണി നോക്കിയത്? അവിടെ നിങ്ങൾക്ക് രാജവാഴ്ച പോലെ അല്ലായിരുന്നോ? എന്നിട്ട് അഹങ്കാരം കയറി എൻ്റെ സോണിനെ ദ്രോഹിച്ച് അവിടെ നിന്ന് പോയി, എന്നിട്ട് അവളുടെ ഇപ്പോഴത്തെ ജീവിതത്തിലും ഇടഞ്ഞു കയറി വന്നിരിക്കുക എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയണ്ട, എല്ലാം മനസ്സിലായി മക്കളെ, തെറ്റൊക്കെ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്കും പ്രകാശിന് ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും മനസ്സിലായി, അതുകൊണ്ടാണ് ചോദിക്കണത്. ഇനി ഞങ്ങൾ അതൊന്നും ആവർത്തിക്കില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി തരാമോ? എന്തായാലും പ്രകാശിൻ്റെ ജോലി എടുക്കാൻ പറ്റുമെന്നില്ല, അഥവാ ജോലി എടുക്കാൻ പറ്റണമെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയി പൊതിഞ്ഞ് കെട്ടാനൊക്കെ മാത്രമേ അവനെ പറ്റുള്ളൂ എന്നിങ്ങനെ പറയണം. അതുകൊണ്ട് മോളെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വീട്ടു ജോലി എടുത്ത് ഞാൻ ജീവിച്ചോട്ടെ എന്ന് കല്യാണിയുടെ ചോദിക്കുമ്പോൾ ദീപ പറയണ്ട, വേണ്ട മോളെ ഒരു ജോലി ഇവർക്ക് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ എടി ദീപേ, നീ തന്നെയാണ് പറയണത് എന്ന് ചോദിക്കുവാണ്. അതെ, ഞാൻ തന്നെയാണ് പറയണത്, ഇവിടെ ജോലിക്ക് വന്നിട്ട് എന്തിനാണ്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നാട്ടിൽ പറഞ്ഞു നടക്കാനോ, ഇവരുടെ സമാധാനം ഇല്ലാതാക്കാനോ? കല്യാണി കിരണ ഇവർക്ക് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതേ, വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കരുത് എന്ന് പറയുവാണ്. ആ സമയത്ത് കിരൺ പറയണ്ട്, അതെ എനിക്കും കല്യാണി അത് തന്നെയാണ് അഭിപ്രായം, ജോലിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ കൊടുത്താൽ മതി എന്ന് പറയുവാണ്. അങ്ങനെ ദേഷ്യത്തോടു കൂടി ദീപ അകത്തേക്ക് കയറി പോവാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി കുഴിക്കരുതെന്ന് പറയുന്നുണ്ട് കിരണിൻ്റെ അടുത്തും കല്യാണിയുടെ അടുത്തും. അത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശി അടുത്ത് കല്യാണി പറയുന്നുണ്ട്, അമ്മമ്മേ ഞാൻ എന്തെങ്കിലും പൈസ വേണമെങ്കിൽ സഹായിക്കാം, അതുമ്പോൾ മാത്രമല്ല ഞാൻ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ വരാം, എന്തെങ്കിലും പൈസ തരാം എന്ന് പറയണം. ഓ ആയിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് ദീപ പറയുന്നുണ്ട്, ദേ നോക്കിയേ, എന്തു വന്നാലും അവരെ സഹായിക്കരുത്, അവരുടെ നിങ്ങളുടെ വീട്ടിലോ കമ്പനിയിലോ ഒന്നിവിടെയും കയറ്റാൻ പാടില്ല എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് കിരൺ കല്യാണത്ത് പറയുന്നുണ്ട്, കല്യാണി കണ്ടില്ലേ തൻ്റെ അമ്മ ആര് വിഷമിക്കണം കണ്ടാലും വിഷമം വരുന്ന കൂട്ടത്തിലായിരുന്നു, അമ്മ പോലും മാറിക്കഴിഞ്ഞു, അമ്മയുടെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, എനിക്കും അങ്ങനത്തെ അഭിപ്രായം തന്നെയാണ്, എന്തായാലും പൈസ കൊടുത്ത് സഹായിക്കാം, അല്ലാതെ ഞാനും അവരെ വീട്ടിലൊന്നും കയറ്റാൻ പോണില്ല കിരണേട്ട എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ അമ്മൂമ്മ നേരെ പോണത് സരയുവിൻ്റെ വീട്ടിലേക്കാട്ടോ. അങ്ങനെ അവിടെ ബെല്ലടിക്കുമ്പോഴേക്കും നമ്മുടെ ഷാരിയാണ് വരുന്നത്. നിങ്ങളെന്താ ഇവിടെ ചോദിക്കുമ്പോൾ, സഹായിക്കണം മോളെ, ഞാനൊരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്, കയറി വാ എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ അറിയാലോ പ്രകാശ് ഹോസ്പിറ്റലിൽ കിടക്കുക, അവൻ ഡിസ്ചാർജ് ആയാലും പണിക്കൊന്നും പോകാൻ പറ്റില്ല, എനിക്ക് ഞങ്ങളുടെ ചിലവ് നോക്കണ്ടേ, വളർത്തി വലുതാക്കി നന്നാവെന്ന് വിചാരിച്ച ചെറുമകൻ അവിടെ ജയിലിൽ കിടക്കുവാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി തന്ന് സഹായിക്കണം മോളെ, എന്തെങ്കിലുമൊക്കെ സഹായിക്കണം എന്ന് പറയുവാണ്. ആ സമയത്ത് സരിയു വരുന്നുണ്ട്, എന്താ പറയണേന്ന് എന്താ ഇവർ വന്നേന്ന് ചോദിക്കുമ്പോൾ എന്തിനും സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുവാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ഞാൻ തെണ്ടാൻ വേണ്ടി വന്നതാണ്, എന്തെങ്കിലുമൊക്കെ തരണം മോളെ എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് സരിയു. അതിനുശേഷം നമ്മുടെ സരയു വന്നിട്ട് കുറച്ച് പൈസ മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് കടമായിട്ട് വിചാരിച്ചാൽ മതി, ഞാൻ പണിയെടുത്തിട്ടാണെങ്കിലും ഈ കടം വീട്ടിക്കോളാം, മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീട്ടിൽ ഞാൻ എന്തെങ്കിലും പണിയെടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട്, മോളെ ഇവർ ചോദിക്കണതേ ഇവിടെ വല്ല അടിക്കലോ തുടക്കലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാന്നാ പറയണത് എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അതേ മോളെ എന്തെങ്കിലും പണി ഞാൻ ചെയ്തോളാം, ഞാൻ പണി എടുക്കാൻ ആദ്യം പോയത് അങ്ങോട്ടേക്കാണ് കല്യാണിയുടെ വീട്ടിലേക്ക്, അവരെ
ആ കല്യാണിയും കിരണും എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ ദീപ ഉണ്ടല്ലോ, കല്യാണിനെ മാത്രമേ ഞാൻ വെറുത്തിട്ടുള്ളൂ. പക്ഷെ ദീപനെ കൈവെള്ളൽ വെച്ചിട്ട് നടന്നത്. അവൾക്ക് എന്താഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ അവളാ പറഞ്ഞത് ജോലി കൊടുക്കരുത്, എന്നെ ആട്ടി അയച്ചു മോളെന്ന് പറയാണ്. അതേ നന്ദിയില്ലാത്ത വർഗ്ഗങ്ങളാ എന്ന് സരയു പറയുമ്പോൾ അതേ മോളെ എനിക്കത് മനസ്സിലായി എന്നിങ്ങനെ പറയാണ്. അവരൊന്നും ഒന്നിനും കൊള്ളില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കൊരു സഹായം വരുമ്പോൾ സഹായിക്കാൻ വേണ്ടി അയൽക്കാരും അകന്ന ബന്ധുക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ഇപ്പോൾ സത്യമാണ് എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് പൈസ ചുരുട്ടി നമ്മുടെ മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, ഇത് ഞാൻ കടമായിട്ടാണ് എടുക്കുന്നത്, പിന്നെ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തോട്ടെ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയണ്ട മോളെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സരിയെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കണം. അതിനുശേഷം ചിരിച്ചുകൊണ്ട് അതിനെന്താ ഇവിടെ ജോലിക്ക് വന്നോ, വീട്ടുപണിയൊക്കെ എടുക്കണം എന്ന് പറയുമ്പോൾ ഓ വളരെ ഉപകാരം, നിങ്ങൾക്ക് കഴിക്കാനുള്ളത് ഇഷ്ടം പോലെ തരാം, പിന്നെ മാസം ഒരു തുകയും തരാം, വളരെ ഉപകാരം മോളെ. പ്രകാശൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ട് ഞാൻ ഇവിടെ ജോലിക്ക് വരാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് ഷാരി ചോദിക്കേണ്ട സാരിയുടെ അടുത്ത്, നീ എന്താ അവർക്ക് ജോലി കൊടുക്കാൻ സമ്മതിച്ചെന്ന് ചോദിക്കുമ്പോൾ അമ്മേ എന്തൊക്കെ പറയാലും ഇവരുണ്ടല്ലോ ആ കല്യാണിയുടെ അമ്മുമ്മയാണ് അല്ലേ, അതുകൊണ്ട് ഇവരിവിടുത്തെ മുറ്റടിക്കണതും പാത്രം തേക്കണതൊക്കെ കാണുമ്പോൾ കല്യാണിക്കും അവളുടെ അമ്മക്കും ചെറുതായിട്ടൊന്ന് നോവും അല്ലേ. അവരെല്ലാ കാര്യത്തിലും നമ്മളെ ജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അമ്മേ, അതുകൊണ്ട് ഈ ഒരു പണിയെങ്കിലും നമുക്ക് അവർക്ക് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് സരിയും അവിടെ നിന്ന് പോകുക കേട്ടോ. അങ്ങനെ ഷാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം, ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.